ബ്രിഗേഡിയർ നീഷെ ബാലൻ, പഹൽഗാം കൂട്ടക്കൊല ഭാരതത്തിലെ 140 കോടി ജനങ്ങൾക്കും പൊറുക്കാവുന്നതല്ല ആ പാതകം. ആ ദുരന്തം സംഭവിച്ചിട്ട് ഇന്ന് 1 മാസം പൂർത്തിയാകുന്നു. രാജസ്ഥാനിലെ ബിക്കാനീറിൽ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യവേ നരേന്ദ്രമോദി പാകിസ്ഥാന് നൽകിയ താക്കീത്, ഭീകരവാദത്തോട് അവർ ഗുഡ് ബൈ പറയാതെ പാകിസ്ഥാനുമായി ഒരു ചർച്ച പോലും ഇല്ല എന്ന അടയാളപ്പെടുത്തലല്ലേ? തീർച്ചയായും. സിന്ദൂരം എൻ്റെ രക്തത്തിലോടുന്നു എന്ന് പറഞ്ഞാൽ രക്തയോട്ടം ശരീരവേഗത്തിൽ അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതെന്നും എപ്പോഴും നിലനിൽക്കും എന്നുള്ള ഒരു വ്യക്തതയാണ് അദ്ദേഹം നൽകുന്നത്. ഇത് മാത്രമല്ല, ഇതല്ലാതെ അദ്ദേഹം പറയുകയുണ്ടായി, സിന്ദൂരം വെടിമരുന്നായി തിരിച്ചു വരും എന്നുള്ളത്. പിന്നെയും പറഞ്ഞത് പാകിസ്ഥാനുമായി യാതൊരു വിധത്തിലും ചർച്ചയില്ല, ചർച്ചയുണ്ടെങ്കിൽ അത് ജമ്മു കാശ്മീരിൻ്റെ ഏതോ ഭാഗം പാകിസ്ഥാൻ്റെ കയ്യിലാണോ അവർ കൈയടക്കി വെച്ചിരിക്കുന്നു, അതിനെപ്പറ്റി മാത്രമേ ചർച്ചയുണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയും കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സിന്ധു നദി ജലക്കരാറിനെ പറ്റി അദ്ദേഹം ഒരു സൂചന നൽകി. അത് മുമ്പുള്ള സൂചനയിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ്. അത് പാകിസ്ഥാനൊരു താക്കീത് കൊടുക്കുന്നത് പോലെയാണ്. ഇന്ത്യ അർഹിക്കുന്ന ഈ വെള്ളം ഈ പാകിസ്ഥാന് കൊടുക്കില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഉപയോഗിക്കാതെ ഇരുന്ന കുറേ വെള്ളം സ്വാഭാവികമായും മഴക്കാലത്തോ അല്ലാത്ത സമയത്തോ പാകിസ്ഥാനിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അത് പൂർണ്ണമായും നിർത്തും. പക്ഷേ ഉത്തരഭാഗത്തുള്ള നദികളിൽ നിന്ന് വെള്ളം ഒരു പക്ഷേ കൊടുക്കാൻ ഒരു അവസരം ഉണ്ടാകും. ആ അവസരം സൃഷ്ടിക്കേണ്ടത് പാകിസ്ഥാൻ്റെ തന്നെ കടമയാണ് എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ വിദേശകാര്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളും നമ്മൾ ഒന്നുകൂടി സൂക്ഷ്മമായി പരീക്ഷിച്ചാൽ അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഇതിനകത്ത് മൂന്നാമതൊരു ശക്തിയുടെ അവർക്കൊരു റോളില്ല ഇതിനകത്ത്. അത് സ്പഷ്ടമായിട്ടുണ്ട്. അമേരിക്ക സംസാരിച്ചത് അമേരിക്കയിൽ നിന്ന് തന്നെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ ഈ കാശ്മീരുമായിട്ടുള്ള സംഭാഷണത്തിൻ്റെ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം നമ്മളെല്ലാം ഒന്നിച്ചെടുത്ത് അപഗ്രഥിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു നിലപാട് സ്പഷ്ടമായിട്ട് അദ്ദേഹം തരുന്നു എന്നുള്ളതാണ്. നമ്മുടെ രാജ്യം പാകിസ്ഥാന് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഭീകരവാദത്തിന് യാതൊരു മാപ്പ് നമ്മൾ കൊടുക്കുന്നതല്ല. നമ്മളുടെ പ്രതികരണം ഇത് ഇപ്പോൾ ചെയ്തതിനേക്കാളും കൂടുതലായിരിക്കും. അതുവരെയുള്ള ഈ മാർജിൻ എല്ലാം അവരുടെ പോയിരിക്കുന്നു എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരിതാണ്. അദ്ദേഹത്തിൻ്റെ വ്യംഗ്യാർത്ഥത്തിൽ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യാപാരം അതിനെപ്പറ്റി സംസാരിക്കണമെങ്കിൽ ടെററിസ്റ്റ് ക്യാമ്പുകളെയെല്ലാം ടെററിസം എന്നുള്ള ഒരു പ്രസ്ഥാനത്തെ തന്നെ പാകിസ്ഥാന് ഉന്മൂലനം ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഒരു കമ്പോസിറ്റ് ആയിട്ടുള്ള, അതായത് വിപുലീകരിച്ച ഒരു രാഷ്ട്ര നയത്തിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ ഈ ഇന്നത്തെ സംസാരത്തിൽ കാണാൻ പറ്റിയത്. അതിലും ഉപരിയായിട്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ ജീവിതത്തിലോ രാഷ്ട്രീയ കാര്യത്തിലോ വാക്യങ്ങളിലോ പ്രസ്താവനകളിലോ ഒരു യാദൃശ്ചികതമില്ല. ഇതെല്ലാം നേരത്തെ തന്നെ അദ്ദേഹം സങ്കല്പിച്ച് അതിനെ കൂലങ്കഷമായി ഓർത്തിട്ട് പലരുമായിട്ട് ചർച്ചയിട്ട് ഒരു നയം അദ്ദേഹം ഉണ്ടാക്കുന്നു. അപ്പോൾ അതിന് നമ്മൾ ഇപ്പോൾ കാണുന്നതല്ല, അതിന് 10, 25 അല്ലെങ്കിൽ 30 വർഷത്തെ മുന്നോക്കവും പുറകിലുള്ള കാര്യങ്ങളെല്ലാം കൂടി ഏകീകരിച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഏത് സ്ഥലത്ത് വെച്ചാണ് ഇത് നടന്നത്? രാജസ്ഥാനിലെ ബിക്കാനീർ ജില്ലയിലുള്ള കർണി അമ്പലത്തിൽ വെച്ചാണ്. കർണി അമ്പലം ഉണ്ട്. അവിടുത്തെ ദേവത ഉണ്ടായത് തന്നെ ഈ 1500, അതായത് 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കകാലത്താണ്. ഒന്നാം പാണിപ്പത്ത് യുദ്ധം കഴിഞ്ഞിട്ട് ആ സമയത്താണ് ഉണ്ടായത്. അതിനു മുമ്പ് ഇന്ത്യയിൽ നിന്നുള്ള ഈ കർണി അമ്പലത്തിൽ ഇപ്പോൾ വരുന്നവർ പാകിസ്ഥാനിലെ ഒരു അമ്പലമുണ്ട്. അതെവിടെയാണ്? ബലൂചിസ്ഥാനിൽ ഹിംഗ്ലാജ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അമ്പലമുള്ളത്. ഈ അമ്പലം നമ്മുടെ ഐതിഹ്യത്തിലുള്ളതാണ്. അവിടെ ശ്രീരാമൻ വരെ പോയിട്ടുണ്ട്. ശ്രീരാമനും സീതയും ലക്ഷ്മണനും കുറച്ച് ആളുകൾ കൂടി ഹനുമാൻജിയെ എന്ന് പോയിട്ടുള്ളതാണ് ഐതിഹ്യം പറയുന്നത്. ആ സ്ഥലത്തേക്ക് പോകാറുണ്ടായിരുന്നു.
ഇത് 51 ശക്തി സ്ഥലങ്ങളിൽ ഒന്നാണ് ആ ഹിംഗ്ലാജ്. അതും ഈ കർണി അമ്പലമായിട്ട് ഒരു ഐതിഹ്യപരമായിട്ട് ഒരു ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട ഇതാണ്. സ്വാതന്ത്ര്യം കഴിഞ്ഞിട്ട് അതിനു മുമ്പൊക്കെ 1.5 ലക്ഷത്തോളം ആളുകൾ പോകുമായിരുന്നു അവിടെ. ഇപ്പോൾ പോകാറില്ല. എന്ന് വന്നാലും അതിൻ്റെ ഒരു ധ്വനിയുണ്ട് ഇതിനകത്ത്. അവയെല്ലാം ഒന്ന് വളരെയധികം ആലോചിച്ച് തയ്യാറെടുത്തിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം വാണിജ്യപരമായിട്ടുള്ള രാഷ്ട്ര പുരോഗതിക്കുള്ള പല കാര്യങ്ങളും അവിടെ പറയാറുണ്ടായി. അതായത് രാജസ്ഥാൻ ഒരു അതിർത്തി സ്ഥലമാണ്. അവിടെ റെയിൽവേക്കും വൈദ്യുതിക്കും റോഡുകൾക്കും ഇങ്ങനെയുള്ള പല കാര്യങ്ങളുടെയും രാഷ്ട്രത്തിനുള്ള മൊത്തം ഒരു പ്രോഗ്രസീവായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു 63,000 കോടിയോ എന്തോ ഒരു എമൗണ്ട്, അത്ര കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, എന്നാലും ഒരു 6,300 കോടിയുടെ പ്രൊജക്റ്റ് എന്തോ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് പല സ്ഥലങ്ങളിലായിട്ട് പല വിധമാണ്. അതും ഒരു സന്ദേശമാണ്. നമ്മളിപ്പോൾ യുദ്ധം ചെയ്തു, യുദ്ധത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കൺട്രോളിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനിയും നമ്മൾ സശക്തരായിരിക്കുന്നു. ഇനിയും നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു പട്ടിക നമ്മൾ നിരത്തി പാകിസ്ഥാനെ കാണിച്ചു കൊടുത്തിരിക്കുന്നു. നമ്മളുടെ നിബന്ധനകൾ എന്താണ്, ഇനിയും അവരുമായിട്ട് ഒന്നിച്ച് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര തലത്തിലും ഒരു പുരോഗതിക്ക് വേണ്ടിയാണ് ഇന്ത്യ നിൽക്കുന്നത് എന്നുള്ള ഒരു സന്ദേശവും അദ്ദേഹം ഈ പ്രസ്താവനകളിൽ ഈ ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സ് അവിടെ പ്രഖ്യാപിക്കുന്നതിൽ കൂടി ഒരു സന്ദേശം നൽകുകയാണ് ചെയ്തിട്ടുള്ളത്.